വെൽക്കം ടു പിയോൺ ബോട്ടിക്. ഞാനിന്ന് കാണിക്കുന്നതൊരു സെമി ടസർ സാരിയാണ്. ബാറ്റിക് ബോർഡറുള്ള സാരിയാണിത്. ഇതൊരു നേവി ബ്ലൂ കളറാണ്. ഇതിൽ ലൈറ്റ് ഷെയ്ഡായിട്ട് ഈ ബാറ്റിക് പ്രിൻറ്റും അതുപോലെ പല്ലു പോർഷൻ വന്നിരിക്കുന്നു. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ലൈറ്റായിട്ട് ത്രെഡിൻ്റെ വീവിങ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നു. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. റേറ്റ് 1155. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വ്യക്തമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. അതിൽ ചെറിയൊരു സ്ട്രൈപ്സും മൈന്യൂട്ട് സീക്വൻസ് വർക്കും അതുപോലെ ബോർഡർ ഇങ്ങനെ വരുന്നു. ഇത് ബോഡി പാർട്ട് വരുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ഇതിൻ്റെ അകംഭാഗവും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതുപോലെ പ്രിൻ്റായിട്ട് വന്നിരിക്കുന്നു. റേറ്റ് 1155. ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ബാറ്റിക് പ്രിൻ്റ് വന്നിരിക്കുന്നു. അതുപോലെ പല്ലു പോർഷനിലും ചെറിയൊരു സ്ട്രൈപ്സും അത് മൈന്യൂട്ട് സീക്വൻസ് വർക്കും ഉണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പ്രിൻ്റാണ്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഞാനിത് വീണ്ടും വീണ്ടും എൻക്വയറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഗ്രീനിഷ് ബ്ലൂ ബാറ്റിക് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ബോർഡർ ഇങ്ങനെ ഗ്രീനിഷ് ബ്ലൂവിൻ്റെ ബാറ്റിക് പ്രിൻ്റാണ്. പല്ലു പോർഷനിൽ ചെറിയൊരു ലൈനും ഉണ്ട്. ഒരു മൈന്യൂട്ട് സീക്വൻസ് വർക്കും ഉണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസിൽ ഇങ്ങനെ പ്രിൻ്റഡ് ആണ്. അതുപോലെ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് വൺ ലെയർ ആയിട്ടോ പ്ലീറ്റ്സുകളായിട്ടോ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് നമുക്ക് ഈ സാരിയെ വെയർ ചെയ്യാൻ പറ്റും. സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ.